കയ്യിലുള്ള നറുവെണ്ണ നുകർന്നുകൊണ്ടും തന്നാശ്രിതർക്ക് തുണയായി വിളങ്ങിടുന്ന നാരായണീയ ഗുരുവായൂരപ്പ നമോ നമസ്തേ. ഇനി 9ാമത്തെ ശ്ലോകം. ഇതും വസന്തതിലകം വൃത്തത്തിലാണ്. അഷ്ടാദശേസ്യ സമരേ സമുപേയുഷി ത്വം ദൃഷ്ട്വാ പുരഃ അധ പുരോധ യവനം യവനത്രികോട്യാ ത്വഷ്ട്രാ വിധാപ്യ പുരമാശു പയോധി മധ്യേ തത്രാധ യോഗബലതഃ സ്വജനാൻ അനൈഷീഹി. അങ്ങനെ അസ്യ ഈ ജരാസന്ധന്റെ 18 18ാമത്തെ സമരേ യുദ്ധത്തിനായിട്ട് സമുപേയുഷി വന്നെത്തിയ അതേ സമയം തന്നെ വേറെയും ഒരു രാജാവ്, കാലയവനൻ എന്ന രാജാവ് ഇതേപോലെ തന്നെ ഭഗവാനെ അല്ലെങ്കിൽ മധുരാപുരിയെ ആക്രമിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അതാണ് അതേ സമയം തന്നെ യവന ത്രികോടിയ, ചെറിയ സംഖ്യയൊന്നുമല്ല, 3 കോടി യവന സൈന്യം. യവനം, അങ്ങനെയുള്ള യവന സൈന്യത്തോടുകൂടിയ ആ കാലയവനനെ പുരഹ തന്റെ മുന്നിൽ ത്വം ദൃഷ്ട്വ ഭഗവാനെ അങ്ങ് കണ്ടിട്ട് പേടിച്ചെന്ന പോലെ ഇവരുടെ മുന്നിൽ അഭിനയിക്കുകയാണ്. ഇതാണ് പയോധി മധ്യേ, കടലിന്റെ നടുവിൽ ആശു പെട്ടെന്ന് തന്നെ പുരം ത്വഷ്ട്ര ഒരു പട്ടണം, ആശുപുരം ഒരു പെട്ടെന്ന് ഒരു നഗരത്തെ ത്വഷ്ട്ര വിശ്വകർമാവിനാൽ വിധാപ്യ ഉണ്ടാക്കിച്ചിട്ട് അനന്തരം സ്വജനാൻ തന്റെ ആ മധുരാപുരിയിലുള്ള തന്റെ ബന്ധുക്കളെയും അവിടുത്തെ എല്ലാ ജനങ്ങളെയും യോഗബലതഃ തന്റെ ആ യോഗപ്രഭാവത്താൽ തത്ര അനൈഷീഹി അങ്ങോട്ട് മാറ്റി താമസിപ്പിച്ചു. ഇപ്പൊ ജരാസന്ധൻ 18ാമത്തെ തവണയും വന്നു. ഇതേ സമയം തന്നെ കാലയവനൻ, ഈ യവനൻ എന്ന് പറയുന്നത് ഗർഗ മഹർഷിയുടെ പുത്രനും ഒരു ജ്യോതിശാസ്ത്രജ്ഞനുമാണെന്നാണ് പറയുന്നത്. അപ്പൊ ഈ കാലയവനനും കുറെ നാളായിട്ട് ഭഗവാനുമായിട്ടൊന്ന് ഏറ്റുമുട്ടുവാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാലയവനനെ ഇതിനു വേണ്ടി പ്രേരിപ്പിച്ചത് നാരദ മഹർഷിയാണ്. അതിന് വേറൊരു കാരണമുണ്ട്, അതിനി വരുന്ന ഒരു ശ്ലോകങ്ങളിൽ കാണാം. എന്തിനാണ് കാലയവനനെ ഭഗവാന്റെ മുന്നിലേക്ക് ഇങ്ങോട്ട് ഇട്ടുകൊടുക്കുക ചെയ്തത്? ഒരു ഇരയെ ഇട്ടുകൊടുക്കുന്ന പോലെ അങ്ങോട്ട് ഇട്ടുകൊടുക്കുക ചെയ്തത്. അപ്പൊ ഈ നാരദ മഹർഷിയാണ് ശ്രീകൃഷ്ണനെ സംബന്ധിച്ച കാര്യമൊക്കെ പറഞ്ഞു കൊടുത്തത്. ഭഗവാൻ എങ്ങനെ ഇരിക്കും, ഇന്നയാളാണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് ഈ കാലയവനൻ തന്റെ 3 കോടി യവന സൈന്യവുമായിട്ട് ആ മധുരാപുരിയിൽ വന്നത്. അങ്ങനെ ഒരേ സമയം ഈ 2 സൈന്യങ്ങളും വന്നപ്പോൾ തന്റെ ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത് എന്നതിനാൽ ഭഗവാൻ എന്ത് ചെയ്തു? അതാണ് സമുദ്രമധ്യത്തിൽ ആനർത്ത രാജാവായ രേവത രാജാവിന്റെ ഒരു ദ്വീപ് ഉണ്ടായിരുന്നു. ആ ദ്വീപ് സമുദ്രത്തിൽ താഴ്ന്നു പോയിരുന്നു.
അത് കുശസ്ഥലി എന്നാണ് ആ ദ്വീപിന്റെ പേര്. ആ ദ്വീപിനെ ഭഗവാൻ തന്റെ സങ്കല്പത്താൽ ഉയർത്തിവെച്ചു. ആ സമുദ്രത്തിൽ ഉയർത്തിവെച്ചിട്ട് വിശ്വകർമാവിനോട് പറഞ്ഞു, ആ സമുദ്രത്തിൽ പെട്ടെന്ന് തന്നെ ഒരു താമസിക്കാൻ യോഗ്യമായിട്ടുള്ള ഒരു നഗരം സൃഷ്ടിക്കണം, ഒരു പട്ടണം അല്ലെങ്കിൽ ഒരു നഗരം തന്നെ സൃഷ്ടിക്കണം, ഒരു രാജ്യം തന്നെ സൃഷ്ടിക്കണം എന്ന് പറഞ്ഞിട്ട് വിശ്വകർമാവ് വളരെ പെട്ടെന്ന് തന്റെ ആ ഒരു മായാപ്രയോഗവും കൂടെ ചേർത്തിട്ട് അതിമനോഹരമായിട്ടുള്ള ഒരു പുരം നിർമ്മിച്ചു. അതാണ് ദ്വാരക. അങ്ങനെ വളരെ പെട്ടെന്ന് നിർമ്മിച്ച ആ ദ്വാരകാപുരിയിലേക്ക് ഭഗവാൻ തന്റെ യോഗബലത്താൽ വളരെ പെട്ടെന്ന് തന്നെ തന്റെ എല്ലാ ആളുകളെയും ആ ദ്വാരകയിലേക്ക് മാറ്റുകയും ചെയ്തു. എന്നിട്ടാണ് വെറും കൈയോടെ ഈ ഇവരുടെ മുന്നിലേക്ക് പോയി ഭഗവാൻ നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. ശ്ലോകം 9. അഷ്ടാദശേസ്യ സമരേ സമുപേയുഷിത്വം ദൃഷ്ട്വാ പുരോദയവനം യവനത്രികോട്ട്യാ ത്വഷ്ട്രാവിധാപ്യ പുരമാശു പയോധി മധ്യേ തത്രാധയോഗബലദ സ്വജനാനനൈഷീ. ഹരിശരണം. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. എല്ലാ ഗുരുജനങ്ങളെയും പിതൃജനങ്ങളെയും ഓർക്കുന്നു. എല്ലാ മഹാത്മാക്കളെയും സ്മരിച്ചുകൊണ്ട് ദശകം 77 9 ശ്ലോകത്തിലേക്ക് നമുക്ക് കടക്കാം. ഭഗവത്ലീലകളുടെ അതിസുന്ദരമായ വർണ്ണനയാണ് ഓരോ ശ്ലോകത്തിലും നമ്മൾ കാണുന്നത്. 17 വട്ടം യുദ്ധം ചെയ്ത് തോറ്റ ജരാസന്ധൻ 18ാമത്തെ പ്രാവശ്യം വരാനുള്ളതായ സമയമായി എന്ന് ഭഗവാന് മനസ്സിലായി. വിടില്ല എന്നുള്ളതാണ്. ആ സമയത്താണ് മറ്റൊരു സംഭവം നടക്കുന്നത്. യവനരാജ്യം എന്നൊക്കെ പറയാം, ഇന്നത്തെ ഗ്രീസ് ആവാം ഒരു സമയം. യവനരാജ്യവുമായിട്ട് ഭാരതത്തിന് വളരെ ബന്ധമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഭൃഗുമഹർഷിയായിട്ട് ബന്ധമുണ്ടെന്നും കേട്ടിട്ടുണ്ട്. അവിടെയുള്ളതായ ഒരു മഹാപരാക്രമിയാണ് കാലയവനൻ. കാലത്തിനെ പോലും അതിജീവിക്കാൻ, അല്ലെങ്കിൽ കാലത്തിനെ പോലും ചോദ്യം ചെയ്യാൻ കഴിവുള്ളതായ ശക്തനായിരുന്നു ഇതിലദ്ദേഹം. അദ്ദേഹം ഒരിക്കൽ നാരദനോട് പറഞ്ഞു, എനിക്ക് ഒരു ശക്തനായ ഒരു എതിരാളിയോട് യുദ്ധം ചെയ്താൽ കൊള്ളാമെന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ, എന്നാൽ ഒരു കാര്യം ചെയ്തോളൂ, മധുരയ്ക്ക് പൊക്കോളൂ, അവിടെ അതിന് പറ്റിയ ഒരാളുണ്ട് എന്ന് പറഞ്ഞിട്ട് കാലയവനെ പ്രേരിപ്പിച്ചത് നാരദനാണെന്നുള്ളതായൊരു പക്ഷമുണ്ട്. കാരണം ഈ അഹങ്കാരികളെ അല്ലെങ്കിൽ ഇത്തരക്കാരെയൊക്കെ ഇല്ലാതാക്കുന്നത് കാണാൻ നാരദനും ഇഷ്ടമാണല്ലോ. അങ്ങനെയാണ് 3 കോടി സൈന്യങ്ങളോട് കൂടിയിട്ടാണ് കാലയവനൻ മധുരാപുരിയിലേക്ക് എത്തുന്നത്. അത് കണ്ട ഉടനെ തന്നെ ഇത് വലിയൊരു ദുരന്തത്തിലേക്ക് എത്തിക്കും എന്ന് മുൻകൂട്ടി കണ്ട ഭഗവാൻ ഉടനെ തന്നെ വിശ്വകർമാവിനെ സ്മരിച്ച് അദ്ദേഹം വന്നപ്പോൾ പറഞ്ഞു, എനിക്ക് അടുത്ത ലീലയ്ക്ക് പോകേണ്ടതായ സ്ഥലം ഇതല്ല, അടുത്ത ലീല ഇവിടെയല്ല, അതുകൊണ്ട് അതിന് തക്കതായിട്ടുള്ളതായൊരു പുരം, ഒരു നഗരം സൃഷ്ടിക്കണം, അവിടെ ദ്വാരക സൃഷ്ടിക്കാനുള്ളതായ ഏർപ്പാടാണ് ചെയ്യണത് ഇവിടെ. അപ്പം അതുകൊണ്ട് വിശ്വകർമാവിന് നിർദ്ദേശം കൊടുത്തു, കടലിൽ പോയിട്ടൊരു കൊട്ടാരം പണിതോളൂ എന്ന്. അങ്ങനെയാണ് ദ്വാരകാപുരി അധികം വിശ്വകർമാവിനെ കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിച്ചു. രണ്ടുപേരും ഈശ്വരീയ ശക്തിയുള്ളവരാണ്. സാക്ഷാൽ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന വ്യാസം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ യോഗശക്തി അപാരമാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നഗരനിർമ്മാണം കഴിച്ചു. ഭഗവാൻ അനുഗ്രഹം കൊണ്ടും തൻ്റെ ദൈവിക ശക്തി കൊണ്ടും വിശ്വകർമാവ് അവിടേക്ക് തൻ്റെ തന്നെ യോഗശക്തി കൊണ്ട് തൻ്റെ ഇഷ്ടജനങ്ങളെ മുഴുവൻ തന്നെയും ഭഗവാൻ ദ്വാരകയിലേക്ക് എത്തിച്ചു, സുരക്ഷിതരാക്കി. ഭക്തരെ സുരക്ഷിതരാക്കുക എന്നുള്ളത് ഭഗവാന്റെ ഒരു ലീലയാണെന്ന് വിചാരിച്ചാൽ മതി. അങ്ങനെ അവരെ സുരക്ഷിതരാക്കി പുരം നിർമ്മിച്ചു. കാലയവനെ എതിർക്കാനുള്ളതായ, അല്ലെങ്കിൽ കാലയവനൻ്റെ തൻ്റെ കൈകൊണ്ട് മരിക്കാനുള്ള യോഗം കാലയവനും ഇല്ല. അതിന് വേറൊരു
ലീല വേണം. അതുകൂടാതെ തന്നെ ഇവിടെ സൂര്യവംശ രാജാവായിരിക്കുന്ന മുചുകുന്ദ ചക്രവർത്തിയെ അനുഗ്രഹിക്കാനുള്ളതായ സന്ദർഭം കൂടി സൃഷ്ടിക്കപ്പെടണം എന്നുള്ളത് കൊണ്ടാണ് അധികം ലീല ഇവിടെ ചെയ്യണത്. അങ്ങനെയാണ്. അപ്പോൾ ഓരോ ലീലകളും നമ്മൾ പഠിച്ചാൽ ഭഗവാന്റെ അനുഗ്രഹശക്തി, യോഗശക്തി എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. അങ്ങനെ ആ ഒരു ദ്വാരക നിർമ്മിതി നടന്നു. ഇഷ്ടജനങ്ങളെയൊക്കെ അങ്ങോട്ടാക്കി. ഇനി അടുത്ത ലീല എന്താണെന്നുള്ളതാണ് നമുക്ക് കാണാനുള്ളത്. കാലയവനുണ്ട്, 3 കോടി സൈന്യമുണ്ട്. അതുപോലെ 18ാമത്തെ പ്രാവശ്യം ജരാസന്ധൻ്റെ വരവിനുള്ളതായ കാര്യങ്ങളുണ്ട്. എല്ലാം എങ്ങനെയാണ് ഉണ്ടാവാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. അടുത്ത ശ്ലോകങ്ങളിൽ വർണ്ണിക്കുന്നുണ്ട് അതൊക്കെ. ഹരിശരണം.